സംസ്ഥാനത്ത് സൗജന്യ യൂണിഫോം പദ്ധതി അവതാളത്തിലായതിനെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. സ്കൂൾ തുറന്ന് 10 ദിവസമായി, വിതരണം പക്ഷേ പൂർത്തിയായിട്ടില്ല. സർക്കാരിന്റെ സൗജന്യ യൂണിഫോം പദ്ധതി പാതി വഴിയിലായെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പരിഹാരം കാണുമെന്ന മന്ത്രിയുടെ ഉറപ്പും പാഴായി. കോവിഡിന് ശേഷം യൂണിഫോം ഫണ്ട് ലഭിക്കാത്ത എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും 2 വർഷമായി യൂണിഫോം ലഭിക്കാത്ത സർക്കാർ സ്കൂളുകളിലെ കുട്ടികളും ആശങ്കയിലാണ്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സർക്കാർ നൽകുന്ന സൗജന്യ യൂണിഫോം വിതരണം മുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകിയിരുന്നു. നമുക്ക് അതൊന്ന് കേൾക്കാം. ഈ വർഷം എന്തായാലും കഴിഞ്ഞ വർഷത്തെ കുറവ് പരിഹരിച്ചുകൊണ്ട് യൂണിഫോം കുടിശ്ശിക അടക്കം കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യ വകുപ്പ് മന്ത്രി അതിന് ആവശ്യമായ ഏതാണ്ട് 30 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കാണും. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. എങ്കിലും ധനവകുപ്പ് 30 കോടി രൂപ യൂണിഫോം വിതരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സ്കൂൾ തുറന്ന് 10 ദിവസമായിട്ടും ഇതുവരെയും കുട്ടികൾക്ക് യൂണിഫോം ലഭിച്ചിട്ടില്ല. മിക്സഡായ ഹൈസ്കൂൾ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ യൂണിഫോം ലഭിക്കാത്തത് കുട്ടികളെ ആകർഷിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളെയും തകർക്കുകയാണ്. പ്രഥമാധ്യാപകർ പലരും പണം അനുവദിക്കുമെന്നുള്ള മുൻവിധിയോടുകൂടി സാധാരണക്കാരായ കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ. എന്നാൽ ഇതുവരെ ആ പൈസ റീഫണ്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കോവിഡിന് ശേഷം കൃത്യമായിട്ട് ഇതുവരെ യൂണിഫോമിൻ്റെ ഫണ്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സും HM ഒക്കെ അഡ്വാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മന്ത്രി തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കിട്ടുന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. ഇപ്പറഞ്ഞത് എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളിലെ കാര്യമാണ്. ഇനി സർക്കാരിൻ്റെ സ്വന്തം സ്കൂളുകളിലെ അധ്യാപകർ പറയുന്നത് കൂടി കേൾക്കാം. ഗവൺമെന്റിൽ തന്നെ യൂണിഫോം വിതരണം പാളിയ മട്ടാണ്. ചില ജില്ലകളിൽ കിട്ടി, ചില ജില്ലകളിൽ കിട്ടിയില്ല. എല്ലാം സെറ്റായി എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 2 വർഷമായി കൃത്യമായി കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ ഗവൺമെന്റ് ഉള്ളത്. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഈ വർഷം പോലും കിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തു എന്നവർ മെയിൻ അടിച്ചത് അതിന് മുമ്പത്തെ യൂണിഫോം ആണെന്നുള്ളതാണ്. 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക്, അവർക്ക് നമ്മുടെ BPL കുട്ടികൾക്ക് കൊടുക്കേണ്ട യൂണിഫോമിൻ്റെ തുക ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം അത് കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷേ എങ്ങും എത്താത്തൊരു സാഹചര്യമുണ്ട്. ഈ വർഷത്തെ കാര്യത്തെക്കുറിച്ച് പറയണ്ടല്ലോ. സമയബന്ധിതമായി പുസ്തകവും യൂണിഫോമും കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം പോലും ഇതുവരെയും കൊടുത്തിട്ടില്ല. സൗജന്യ യൂണിഫോം ഉടനെത്തിക്കാമെന്ന മന്ത്രി അപ്പൂപ്പൻ്റെ വാക്കുകേട്ട കുട്ടികളെല്ലാം തന്നെ നിരാശയിലാണ്. ഇനി ആരാണ് ഇവർക്ക് ഉറപ്പ് നൽകുക? എവിടെയാണ് ധനവകുപ്പ് നൽകിയ 30 കോടി? വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.